ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെമ്മീൻ വട ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അധികം വലിയ ചെമ്മീനല്ല, ഒരു ഇടത്തരം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തപ്പോൾ 1.5 കപ്പ് ചെമ്മീനാണ് ഉള്ളത്. 250 ml കപ്പിൽ 1.5 കപ്പ് ചെമ്മീനുണ്ട്. ഇത് വെള്ളമൊന്നും ഇല്ലാതെ വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം അരഞ്ഞ് പേസ്റ്റായി പോകരുത്. ചെറിയ ചെമ്മീനിൻ്റെ പീസസ് എല്ലാം ഉണ്ടാവണം. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാതും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർക്കേണ്ടത്. ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ചധികം നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എല്ലാതും നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. 1.5 ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഫെന്നൽ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനേഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ചു കൊടുക്കാം. വിനേഗറിന് പകരം ലെമൺ ജ്യൂസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പച്ചമുളകിന് പകരം മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ആകുമ്പോഴേ ഇടയിൽ കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ പച്ചമുളകിന് പകരം മുളക് പൊടി തന്നെ എക്സ്ട്രാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് റോൾ ചെയ്ത് വടയുടെ ഷേപ്പിലാക്കി ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ വടകളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലാണ് അകമെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഞാനിത് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വടയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.